നമസ്കാരം. കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തറകളുടെയും തിറകളുടെയും നാടായ കണ്ണൂർ ജില്ലയിലെ ചിറക്കലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കണ്ണൂർ ജില്ലയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കൈത്തറികളുടെയും അതുപോലെ തന്നെ തെയ്യം എന്നുള്ള വിശേഷ കലാരൂപത്തിൻ്റെയും സ്ഥലത്താണ്. അപ്പം കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമി തൊട്ടടുത്താണ് ചിറക്കൽ ഗ്രാമത്തിൽ. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ചിറക്കൽ സർവീസ് സഹകരണ ബാങ്കിലാണ്. കറക്റ്റായിട്ടുള്ളൊരു സ്പോട്ട് പറയുകയാണെങ്കിൽ NH44, നമ്മൾ കണ്ണൂർ കാസർഗോഡ് NH44ൻ്റെ അടുത്ത് പുതിയ തെരുവ് എന്ന് പറയും ചിറക്കൽ ഗ്രാമത്തിൽ. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ 30 kW DC ഫാസ്റ്റ് ചാർജർ സിംഗിൾ ഗണ്ണ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ 7.5 kW-ൻ്റെയും 3.3 kW-ൻ്റെയും മെഷീൻസ് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല 30 kW-ൻ്റെ സോളാർ പവർ പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. അത്രയ്ക്ക് അധികം പ്രത്യേകതകളും സവിശേഷതകളും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ചിറക്കൽ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഏകദേശം തെയ്യത്തിൻ്റെയൊക്കെ സമയമായിക്കൊണ്ട് വരികയാണ്. അപ്പം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണണ്ടാവും എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവർ ഈ കാര്യങ്ങളെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ഈ ബാങ്കിൽ നമ്മൾ ഏകദേശം 2024 ഫെബ്രുവരി 17 നിയമസഭാ സ്പീക്കറായിട്ടുള്ള N ഷംസീർ അദ്ദേഹമാണ് ഇവിടെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്തത്. നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും, നിങ്ങൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഏകദേശം ഒരു വർഷം ഓവറായി. ഈ ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ നമ്മൾ മെഷീൻ വെച്ചതിന് ശേഷം സോളാർ പവർ പ്ലാൻ വെച്ചതിന് ശേഷമുള്ള ആ ഒരു ഫീഡ്ബാക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഫെബ്രുവരി 17 ചിറക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സോളാർ പ്ലാന്റും അതുപോലെ തന്നെ സോളാർ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനും ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ N ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിലെ ഒന്നാമത്തെ ചാർജിങ് സ്റ്റേഷനായിരുന്നു സഹകരണ മേഖലയിൽ. ഒന്നാമത്തെ മാത്രം ചാർജിങ് സ്റ്റേഷനാണ് പാപ്പനശ്ശേരി. നമുക്ക് ചില ഒരു ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കൊളംബിയ ലാബിൻ്റെ ഭാഗത്തു നിന്ന്, ഇപ്പോൾ ജോർജ് സാറിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടുകയും നമ്മളത് അവർ ഭരണസമിതിയിലടക്കം വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതായാലും ഇതുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. പിന്നെ നമ്മൾ പാപ്പനശ്ശേരി ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മറ്റ് പല ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായി മറ്റ് പല കാര്യങ്ങളും, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം പല ബാങ്കുകൾ നടത്തുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അതിനേക്കാളെല്ലാം ഉപരിയായി ഈ ഇത്തരത്തിലുള്ള ഈ ഒരു സംരംഭം, നമ്മൾ വളരെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ചെയ്യുന്ന ഈ സംരംഭം നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് മാറാൻ വേണ്ടി സാധ്യതയുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പം കറണ്ടിൻ്റെ കാര്യത്തിൽ 30 kW സോളാർ പ്ലാന്റാണ് ഇവിടെ സ്ഥാപിച്ചത്. 30 kW കറണ്ട് അത് നമ്മൾ പിന്നെ ഓൺ ഗ്രിഡായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ 3-4 കൺസ്യൂമർ നമ്പർ, ഇപ്പോൾ ബാങ്കിൻ്റെ പേരിലുള്ള 3-4 കൺസ്യൂമർ നമ്പറിലുള്ള വൈദ്യുതി നമ്മളിപ്പം KCBക്ക് ഈ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കൊടുക്കുകയും നമ്മൾ കൺസപ്ഷൻ KCB ലെസ് ചെയ്ത് ആണിപ്പം കാണുന്നത്. ഏതാണ്ടിപ്പം നോക്കിയപ്പോൾ ഒരു വൈദ്യുതി ബില്ല് ഒരു 4-1 കുറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ധാരാളം വണ്ടികൾ, 2 വീലറായാലും കാറുകളെ ഒക്കെ ധാരാളം വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഇതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് കൊളംബിയ ലാബാണ്. കൊളംബിയ ലാബിൻ്റെ പിന്നെ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 10 മാസത്തെ എക്സ്പീരിയൻസിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനിൽ
അവിടെ കാണുന്ന തിരക്ക് കാണുമ്പോൾ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ഒരു നല്ലൊരു സംരംഭം തുടങ്ങാൻ നമ്മളേറെ വൈകിയോ എന്ന് പോലും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സംരംഭം തുടങ്ങിയത് കൊളംബിയ ലാബ് എന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ കരാർ ഏർപ്പെട്ടത്. അവരുടെ ഇതിനു മുമ്പ് ചെയ്ത 1-2 വർക്കുകൾ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബാങ്കും അത്തരത്തിലൊരു സംരംഭം തുടങ്ങിയാണ് ചെയ്തത്. ഈ 2 സംരംഭവും നമ്മൾ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ബാങ്കിൻ്റെ ദൈനംദിന കറണ്ട് ചാർജിൽ നന്നായി റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുതന്നെ വലിയൊരു നേട്ടമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഭരണസമിതി അത് നല്ലൊരു അംഗീകാരം തന്നെയാണ് നേടിയിട്ടുള്ളത്. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങിൻ്റെ നിലയിൽ തന്നെ നമുക്കിപ്പം 10,000-60,000 രൂപ പ്രതിമാസം ഇടത്തക്ക രീതിയിലുള്ള വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു 3-4 വർഷം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ഥാപനം ചെലവഴിച്ച തുക തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം ഭരണസമിതി ഉള്ളത്. ഞാൻ ചെറക്കൽ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, പേര് ഷീന. നമ്മളെ സ്ഥാപനത്തിൽ 1 വർഷമായി ഈ ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് നടന്നു പോകുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ മെയിൻ റോഡിനടുത്തായ നമ്മളെ ചെറക്കൽ സർവീസ് സഹകരണ സ്ഥാപനം ആൾക്കാർക്ക് നല്ല ഉപകാരപ്രദമായ സ്ഥലത്ത് തന്നെയാണ് സംരംഭം തുടങ്ങിയിട്ടുള്ളത്. കണ്ണൂർ പട്ടണത്തിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ ആയതുകൊണ്ട് നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലും വന്ന് ചാർജ് ചെയ്തിട്ട് സുഗമമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ബാങ്കിൻ്റെ 2-3 ശാഖകൾ ഈ സോളാറിലും ചാർജിങ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മാസത്തിൽ നല്ല രീതിയിലുള്ള ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനും നമുക്ക് ഒരു മാസത്തിൽ നല്ല വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഇത് തുടങ്ങിയതിന് ശേഷം മറ്റ് ബാങ്കുകളിൽ നിന്ന് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മളെ സമീപിക്കാറുണ്ട്. നമ്മളിതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതേമാതിരി സഹകരണ സ്ഥാപനങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങുന്നത് നല്ലത് തന്നെയാണ്. നമ്മളെ സ്ഥാപനത്തിൻ്റെ വൈദ്യുതി ചെലവ് കുറക്കാനും നമുക്ക് ഏത് സഹകരണ സ്ഥാപനത്തിനായാലും ഒരു വരുമാനം കൂട്ടുന്നതിനും ഇത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെറക്കൽ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളിത് എടുക്കാനുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇന്ന് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ മാലിന്യം ഭയങ്കരമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്, പുക അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഭാവിയിൽ അത് നമ്മുടെ കേരളത്തിലേക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് നമ്മുടെ ഈ വാഹനങ്ങളിലുണ്ടാകുന്ന പുകയുടെ ശല്യം. അപ്പോൾ അത് ഒന്ന് മാറ്റുവാൻ, നമ്മൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി കൂടിയാണ് നമ്മുടെ ഈ സംരംഭം എന്നത്. അത് നമ്മുടെ ബാങ്കിൻ്റെ കൂട്ടായ്മയിൽ അത് തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബാങ്കും ഇതിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയത് മുതൽ നല്ല തിരക്കാണ് ഈ ചാർജിങ് സ്റ്റേഷനിൽ അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് രാത്രി കാലങ്ങളിലാണ്. ഫാമിലി അടക്കം കൂടെ വന്ന് ഇവിടെ ഇരുന്ന് ചാർജിങ് ചെയ്യുവാനും അതുപോലെയുള്ള ഹോട്ടലും സംവിധാനങ്ങളിലൊക്കെ അടുത്തടുത്തതുകൊണ്ട് തന്നെ ഫാമിലി അടക്കം വന്ന് ചാർജ് ചെയ്തിട്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷൻ മാറിയിട്ടുണ്ട്. നല്ല ഒരു ഫെസിലിറ്റി കൂടി കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി കുറച്ചുകൂടി സൗകര്യത്തിലേക്ക് ഇന്നും ഉയർന്നു വരേണ്ടതുണ്ട്. അതുപോലെ ടെലിവിഷൻ കാര്യങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിക്കും അതുപോലെ തന്നെ ഇവിടെ വന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും അതുപോലൊപ്പം തന്നെ ചാർജ് ചെയ്തിട്ട് പോകാനുമുള്ള സംവിധാനം ഉണ്ടാവും എന്ന് തന്നെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ ചാർജിങ് സ്റ്റേഷൻ നോക്കി നടത്തുന്ന സ്റ്റാഫാണ് ഇവിടുത്തെ. അതുകൊണ്ട് അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് എന്നും ഉയർന്നു വരാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ നല്ല തിരക്കാണ്. പലപ്പോഴും നമ്മളോട് ഏൽപ്പിച്ചിട്ട് പോകുന്ന സംവിധാനം വരെ ഇപ്പോൾ രാത്രികാലങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാൻ പുന്നൂസാം മൂഴിയിൽ, കണ്ണൂരാണ്. കണ്ണൂർ എനിക്ക് ഒപ്റ്റിക്കൽ ഷോപ്പാണ്. അപ്പോൾ ഞാൻ ഒരു 4 വർഷത്തിലധികമായിട്ട് EV വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സമയം ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് സ്റ്റേഷൻ മറ്റേ എക്സിക്കോം എന്ന കമ്പനിയുടെയാണ്. ഇത് ചിറക്കൽ, പുതിയതൊരു ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഞാൻ മിക്കവാറും ഇവിടെ ഉള്ള സമയത്ത് പതിവായിട്ട് ഇവിടെ വന്ന് ചാർജ് ചെയ്യാറുണ്ട്. ഇതുവരെ അങ്ങനെ മെഷീന് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എറണാകുളം, പത്തനംതിട്ട, റാന്നി ഈ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് ഇവരുടെ മെഷീനെ ഉപയോഗിക്കാറുണ്ട്.
നീതി മെഡിക്കൽ സ്റ്റോറും വളം ഡിപ്പോയും EV ചാർജിങ് സ്റ്റേഷനും സോളാർ പവർ പ്ലാന്റും എല്ലാം കൂടിയാണ് ചിറക്കൽ സഹകരണ ബാങ്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് വഴി നിങ്ങൾക്ക് ഇവരുടെ എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് കിട്ടി, ഇവരുടെ അഭിപ്രായം കിട്ടി. അപ്പോൾ എന്തായാലും സർവീസ് സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് നാട്ടുകാർക്ക് എത്രത്തോളം പ്രയോജനപ്പെടും എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ്. ഇതിപ്പോൾ ബാങ്കുകളുടെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ വീടുകളിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ റെസിഡൻഷ്യൽ സോളാർ, അതുപോലെ തന്നെ EVCS എല്ലാം നിങ്ങൾക്ക് എത്രത്തോളം നാളേക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് ഓരോ വീഡിയോയിലും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ബെസ്റ്റ് ഒരു അഡ്വൈസർ ആവാൻ ഞങ്ങൾക്ക് പറ്റുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഡൗട്ട് അല്ലെങ്കിൽ നമുക്കുള്ള കോംപ്ലിമെൻറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് അറിയിക്കുക. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം.